ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. A+ നേടാൻ ഓരോ ചോദ്യങ്ങൾക്കും എത്ര എഴുതണം എന്ന് എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ ചോദ്യങ്ങളും എത്ര വേർഡ്സ് എഴുതണം, എത്ര പേജ് എഴുതണം എന്നാണ്. നമ്മുടെ ചോദ്യപേപ്പറിൽ 1 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്, 2 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്, 4 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്, 6 മാർക്കിന്റേതും 8 മാർക്കിന്റേതും ചോദ്യങ്ങളുണ്ട്. ഇത്രയുമാണ് സ്കോർ ഡിവിഷൻ ചെയ്തിരിക്കുന്നത്. 1, 2, 4, 6, 8 എന്നുള്ളതാണ്. 8 മാർക്കിന്റെ 3 ചോദ്യങ്ങളിൽ 2 ആൻസർ ചെയ്യാനാണ്. 6 മാർക്കിന്റേത് 6 ചോദ്യങ്ങൾ തന്ന് 5 ആൻസർ ചെയ്യാനാണ്. 4 മാർക്കിന്റേത് 7 ചോദ്യങ്ങൾ തന്ന് 5 ആൻസർ ചെയ്യാനാണ്. പിന്നീട് വരുന്നത് 2 മാർക്കിന്റെ സെഷനും 1 മാർക്കിന്റെ സെഷനുമാണ്. 1 മുതൽ 13 വരെയുള്ള സെഷനിൽ ആദ്യത്തെ 8 ചോദ്യങ്ങൾ 1 മാർക്ക് വീതത്തിന്റെയാണ്. ബാക്കി വരുന്നത് 2 മാർക്ക് വീതമാണ്. അപ്പോൾ ഓരോ ചോദ്യങ്ങൾക്കും എത്ര വാക്കിൽ ഉത്തരം എഴുതണം, അല്ലെങ്കിൽ എത്ര പേജ്, എത്ര പാരഗ്രാഫ് എഴുതണം എന്ന് നോക്കാം. ഇത് അറിഞ്ഞ് എഴുതുക എന്ന് പറയുമ്പോൾ നമുക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ സുഖമായിരിക്കും. എന്നാലേ മുഴുവൻ ചോദ്യങ്ങളും നമുക്ക് അറ്റൻഡ് ചെയ്ത് ഫുൾ സ്കോർ വാങ്ങിക്കാൻ പറ്റും. 72 മാർക്കിന് മുകളിലാണ് A+ കിടക്കുന്നത് എന്നുള്ളതുകൊണ്ട് ടൈം മാനേജ്മെന്റ് കൂടി വ്യക്തമായിട്ട് നമുക്ക് അറിയണം. അപ്പോൾ 1 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് നമ്മൾ 1 വാക്കിലോ 1 സെന്റൻസിലോ ഉത്തരം എഴുതിയാൽ മതി. 1 വാക്കിലോ 1 സെന്റൻസിലോ. 2 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് 2 സെന്റൻസിലോ 4 സെന്റൻസ് വരെ ഉത്തരം എഴുതാവുന്നതാണ്. 2 മാർക്കിന്റേത് 2 സെന്റൻസ് മുതൽ 4 സെന്റൻസ് വരെ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി 4 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്, 5 നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഈ 4 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് ലെങ്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അതിന്റെ കണ്ടന്റിനാണ്. അപ്പൊ കണ്ടന്റ് അനുസരിച്ചാണ് നമുക്ക് 4 മാർക്ക് കിട്ടുന്നത്. അത് 4 സെന്റൻസ് എഴുതിയാൽ ചിലപ്പോൾ കിട്ടും. ഡിബേറ്റ് ആകുമ്പോൾ 4 സെന്റൻസ് എഴുതിയാൽ മതി. ഡൂസ് ആൻഡ് ഡോൺസ് എഴുതാൻ ചോദിക്കും, അപ്പൊ 4 പോയിന്റ്സ് എഴുതിയാൽ മതി. എലാബറേറ്റ് ദ ഐഡിയ ഓഫ് ദ ഫോളോയിങ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് കവിതയിൽ നിന്ന് 4 വരി തന്നിട്ട് ആശയം എഴുതാൻ ചോദിക്കും. അവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതാനുള്ളൂ. ആ പോയം ഏതാണ്, പോയറ്റ് ആരാണ്, ആ പോയത്തിന്റെ തീം എന്താന്ന് ഐഡന്റിഫൈ ചെയ്യുക, തന്ന ലൈനിന്റെ ആശയം എഴുതുക, അതിലുള്ള പോയറ്റിക് ഡിവൈസ് എഴുതുക. ഇത്ര എഴുതിയ 4 മാർക്ക് കിട്ടും. എങ്കിലും 4 മാർക്കിന്റെ പാരഗ്രാഫ് ചോദിക്കാം, ഷോർട്ട് പാരഗ്രാഫ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹാഫ് പേജ് എഴുതണം. 1 പേജിന്റെ 1 പുറത്തിന്റെ പകുതി. അപ്പൊ ഒരു ഷീറ്റ് പേപ്പറിന്റെ 1 പുറം, ആ 1 പുറത്തിന്റെ പകുതി ആണ് നമ്മൾ എഴുതേണ്ടത്. അത് ഒരു 3/4 പേജ് വരെ ആയാലൊന്നും കുഴപ്പമില്ല. പ്രൊഫൈലൊക്കെ അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഒരു ബോക്സ് വരച്ച് അതിൻ്റെ ഉള്ളിൽ എഴുതാനാണ് ഉള്ളത്. അടുത്തത് 6 മാർക്കിന്റെ ചോദ്യമാണ്. 6 മാർക്കിന്റെ എല്ലാ ചോദ്യങ്ങളും 3 പാരഗ്രാഫ് വീതം എഴുതണം. 3 പാരഗ്രാഫ് ആണ്. അത് ലെറ്റർ ആണെങ്കിലും എന്തു തന്നെയാണെങ്കിലും ഇമെയിൽ ഒക്കെ ആണെങ്കിലും അതിനകത്ത് 3 പാരഗ്രാഫ് ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് ലെങ്ത് എന്ന് പറയുന്നത് 1.5 പുറമാണ്. 1 പേജിന്റെ 1 പുറവും മറുവശ പകുതിയുമാണ്. അങ്ങനെ 1.5 പുറത്ത് 3 പാരഗ്രാഫ് വീതം എഴുതണം 6 മാർക്കിന്. ഇനി 8 മാർക്കിന്റെ ചോദ്യം ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 8 മാർക്കിന്റേത്. 2 ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യണം. ചിലപ്പോൾ സ്പീച്ച് വരാം, എസ്സേ വരാം, അതുപോലെ പോയം അപ്രീസിയേഷൻ ഒക്കെ വരുന്നതാണ്. 8 മാർക്കിന് നമ്മൾ 5 മുതൽ 8 പാരഗ്രാഫ് വരെ എഴുതണമെന്നാണ്. ഏറ്റവും മിനിമം 5 പാരഗ്രാഫ് ആണ്, മാക്സിമം 8 പാരഗ്രാഫ് ആണ്. അപ്പൊ 5 പാരഗ്രാഫ് അല്ലെങ്കിൽ 8 പാരഗ്രാഫ് നമ്മൾ എഴുതണം. ഇനി അതിന്റെ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ 2.5 പേജ് നമുക്ക് എടുക്കാം. 2.5 പുറം. ഒരു ഷീറ്റിന്റെ 2 പുറവും മറ്റൊരു ഷീറ്റിന്റെ പകുതിയും, ഒരു പുറത്തിന്റെ പകുതി. അങ്ങനെ 2.5 പുറം നമുക്ക് എന്ത് ചെയ്യാം, എഴുതാവുന്ന. മാക്സിമം പോയ 2.5 പുറം. 2 പുറം എഴുതിയാലും മതി. ഈ പറയുന്ന 5 പാരഗ്രാഫ് 2 പുറം ഉണ്ടെങ്കിൽ, ഒരു ഷീറ്റിന്റെ അപ്പുറം ഇപ്പുറമായിട്ട് 2 പുറം ഉണ്ടെങ്കിൽ അത്രയായാലും മതി. മാക്സിമം പോയി കഴിഞ്ഞാൽ 8 പാരഗ്രാഫ് വരെ എഴുതാം. അങ്ങനെയാണെങ്കിൽ 2.5 പുറം എഴുതാം എന്നുള്ളതാണ് ലെങ്ത്. ഇപ്രകാരത്തിൽ നമ്മൾ ഒരു ചോദ്യ പേപ്പർ കംപ്ലീറ്റ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 10 മുതൽ 12 വരെ ആൻസർ ഷീറ്റ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. ആൻസർ ഷീറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് 10 പേജ് വരെ ഉണ്ടാവും, അല്ലെങ്കിൽ 12 വരെ നമ്മൾ എഴുതിയിട്ടുള്ളതാണെങ്കിൽ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കംപ്ലീറ്റ് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. എന്നാൽ ഫോർമാറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, അതായത് ഇമെയില്, അതുപോലെ സ്പീച്ച്, ലെറ്റർ റൈറ്റിംഗ്, പ്രൊഫൈല്,
ലൈവ് TV റിപ്പോർട്ട്, ഇങ്ങനെ ഫോർമാറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആ ഫോർമാറ്റ് കീപ്പ് ചെയ്താൽ തന്നെ പകുതിയിലേറെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുകയും ചെയ്യും. അപ്പൊ വരുന്ന പരീക്ഷ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാവരും കീപ്പ് ചെയ്ത് എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യട്ടെ. ഇപ്പൊ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഉപകാരപ്പെടുമെങ്കിൽ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ താഴെ രേഖപ്പെടുത്താനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.